എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ, ഏറ്റവും സുന്ദരമായ, വളരെ പ്രാധാന്യമുള്ള ഒരു മുഹൂർത്തം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു മുഹൂർത്തം വിവാഹമായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ സമൂഹം കുടുംബജീവിതത്തിന് വലിയ പ്രാധാന്യം നൽകുന്നത് കൊണ്ടാവാം വിവാഹമെന്ന മുഹൂർത്തത്തിന് വലിയ പ്രാധാന്യം ലഭിക്കാൻ കാരണം. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് വിവാഹത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ചോ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചോ അല്ല. അതിലപ്പുറം, അതായത് വിവാഹമെന്ന മുഹൂർത്തത്തിനപ്പുറം നമുക്കൊരു ജീവിതമില്ലേ, ആ ജീവിതത്തെക്കുറിച്ചാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും മനസ്സിൽ ഒരുപാട് നല്ല ചിന്തകളും ഒക്കെ ആയിട്ടാണ് ഒരു വിവാഹ ജീവിതം നമ്മളൊക്കെ ആരംഭിക്കാറുള്ളത്. എന്നാൽ ആ വലിയ പ്രതീക്ഷയോടെ, ആഗ്രഹത്തോടെ, സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ തുടങ്ങുന്ന ആ ഒരു വിവാഹ ജീവിതം, അതായത് വിവാഹമെന്ന മുഹൂർത്തത്തിനപ്പുറം ഉള്ള നമ്മൾ യാത്ര ചെയ്യുന്ന ജീവിതം, അത് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ വിചാരിച്ചതുപോലെ, ആഗ്രഹിച്ചതുപോലെ, സ്വപ്നം കണ്ടതുപോലെ നമുക്ക് പലപ്പോഴും ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതിൻ്റെ കാരണം പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള കാരണങ്ങളല്ല എന്നുള്ളതാണ്. മാനസികമായ പൊരുത്തമില്ലായ്മയോ സൗന്ദര്യപ്പിണക്കങ്ങളോ കുടുംബപരമായ പ്രശ്നങ്ങളോ ഒന്നുമല്ല വിവാഹത്തിനപ്പുറമുള്ള ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ പോയതിൻ്റെ കാരണമെന്ന് പറയുന്നത്. അത് വളരെ ചെറിയ ഒരു പെർസെൻറ്റേജ് മാത്രമാണ്. അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ട്, ചെറിയ ഒരു ശതമാനമാണെങ്കിലും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങളുടെ പേരിൽ ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ കുറച്ച് ആളുകളെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ അത് ചെറിയ പെർസെൻറ്റേജ് ആണ്. എന്നാൽ വലിയ ഭൂരിഭാഗം ആളുകളും, അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകൾക്കും ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതല്ല എന്നുള്ളതാണ്. അതിൻ്റെ യഥാർത്ഥ കാരണം, എവിടെയാണ് നമ്മുടെ ജീവിതം ആസ്വദിക്കപ്പെടുന്നത്? പരസ്പരം വളരെ വലിയ മാനസികമായ അറ്റാച്ച്മെന്റ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാകുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്? വലിയ സ്നേഹവും വലിയൊരു പോസിറ്റീവ് എനർജിയും ഉണ്ടാവുന്നത്, അല്ലെ? എന്നാൽ ഇതുണ്ടാവണമെങ്കിൽ, ഈ പോസിറ്റീവായിട്ടുള്ള എനർജിയും പോസിറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയറും ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ എന്തുണ്ടാവണം? കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം, അല്ലെ? മനസ്സ് തുറന്ന് നമുക്ക് സംസാരിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് വലിയ മാനസികമായ അറ്റാച്ച്മെന്റുകളും വലിയ സ്നേഹബന്ധങ്ങളും രൂപപ്പെടുന്നത്. എന്നാൽ തിരക്ക് പിടിച്ച ഈ ലോകത്ത് അതിനേക്കാൾ തിരക്ക് പിടിച്ച മനുഷ്യരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ ഈ സംസാരിക്കുവാനുള്ള സമയം എപ്പോഴോ നമുക്ക് കൈമോശം വന്നു എന്നുള്ളതാണ്. മനസ്സ് തുറന്ന് സംസാരിക്കുവാൻ നമുക്ക് സമയം കണ്ടെത്താൻ കഴിയുന്നില്ല, അത്രക്കേറെ തിരക്കാണ്. രണ്ട് കാറ്റഗറിയിലുള്ള ദാമ്പത്യ ജീവിതമാണ് ഉള്ളത്. ഒന്ന്, രണ്ടുപേരും ജോലിക്ക് പോകുന്ന ഒരു കാറ്റഗറി. മറ്റൊന്ന്, ഭർത്താവ് ജോലിക്ക് പോകുന്നു, ഭാര്യ വീട്ടിലുള്ള കാര്യങ്ങൾ നോക്കുന്നു. ഈ രണ്ടിടത്തും പ്രശ്നം ഒന്ന് തന്നെയാണ്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ജോലിക്ക് പോകുന്നവരാണ് രണ്ടുപേരെങ്കിലും രാവിലെ മുതലേ തിരക്കുകളാണ്. അതിനുശേഷം ജോലിക്ക് പോകുന്നു, ജോലിയുടേതായിട്ടുള്ള പ്രശ്നങ്ങളും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വൈകുന്നേരം വരുന്ന സമയത്ത് 7 മണിയൊക്കെ ആവും വീട്ടിലേക്ക് എത്തുമ്പോൾ. പിന്നെ അതിനുശേഷം രാത്രിയിലുള്ള കാര്യങ്ങൾ, പിന്നെ ഫ്രഷ് ആവണം, അതിൻ്റെതായിട്ടുള്ള തിരക്കുകൾ. ഇതിനിടയിൽ എവിടെയാണ് നമ്മൾ പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ, അതായത് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത ദാമ്പത്യ ജീവിതങ്ങളൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ കൊണ്ടാണ്. ജീവിതം എവിടെയോ നമുക്ക് കൈമോശം വന്നു, നമ്മൾ മറ്റെന്തൊക്കെയോ കാര്യങ്ങളുടെ, ഉത്തരവാദിത്തങ്ങളുടെ പിന്നാലെ പോകുന്നു എന്നതാണ് പ്രശ്നം. ഇവിടെ നമ്മൾ മാറി ചിന്തിക്കേണ്ടതുണ്ട്. എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിൽ മനസ്സ് തുറന്ന് സംസാരിച്ചിരിക്കണം. അവർക്ക് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് സംസാരിക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ഓഫീസിലുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പ്രോബ്ലംസ്, നിങ്ങളുടെ പോരായ്മകൾ, നിങ്ങളുടെ പരിമിതികൾ, നിങ്ങളുടെ ക്വാളിറ്റീസ്, അങ്ങനെ പരസ്പരം സംസാരിച്ച് തീർക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം സംസാരിച്ച് തീരുമ്പോഴാണ് നമ്മുടെയൊക്കെ മനസ്സ് ഒരൊറ്റ മനസ്സായിട്ട് മാറുന്നത്. രണ്ട് ശരീരവും ഒരു മനസ്സുമായിട്ട് നമ്മൾ മാറണമെങ്കിൽ രണ്ടുപേരും പരസ്പരം തുറന്ന് സംസാരിക്കുവാനുള്ളൊരു സാഹചര്യം ഉണ്ടാവണം. എല്ലാം പറഞ്ഞു തീരുന്നിടത്താണ് ഇനി പറയാനും അറിയാനും ഒന്നും ബാക്കിയില്ലാത്ത ഒരു സാഹചര്യം ദമ്പതിമാർക്കിടയിൽ ഉണ്ടാകുമ്പോഴാണ് അവർ ഒറ്റ മനസ്സുള്ള വ്യക്തികളായിട്ട് രൂപപ്പെടുന്നത്. അങ്ങനെയുള്ള എത്ര ആളുകൾ ഇന്നത്തെ സമൂഹത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു ഭാര്യയുടെ ലോകത്തും ഭർത്താവിന്റെ ലോകത്തും ജീവിക്കുന്ന സാഹചര്യമാണ് ഇന്ന് പലപ്പോഴും ഉള്ളത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം, നിങ്ങൾ ജീവിക്കുന്നത് ഒന്നിച്ചാണ്,
രണ്ട് ലോകത്ത് നിന്നുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അവരവരുടേതായിട്ടുള്ള ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഇതൊക്കെ ഒറ്റ മനസ്സിൽ നിന്ന് ഒരേ രീതിയിൽ ഫോക്കസ് ചെയ്യാൻ കഴിയണം. അതിനാദ്യം എന്താണ് വേണ്ടത്? നിങ്ങൾ പരസ്പരം ആദ്യം മനസ്സ് തുറന്ന് സംസാരിക്കണം. പരസ്പരം എനിക്ക് നിന്നെയും നിനക്ക് എന്നെയും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഡിസിഷൻ മേക്കിംഗ് വളരെ പ്രോപ്പറായിട്ട് നടക്കുക. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പരസ്പരം കാര്യങ്ങൾ തുറന്നു പറയാതെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമുണ്ട്. ഭർത്താവ് ജോലിയൊക്കെ കഴിഞ്ഞ് വളരെ എന്തൊക്കെയോ ടെൻഷനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മനസ്സ് തുറന്ന് പറഞ്ഞാലല്ലേ കാര്യങ്ങൾ മനസ്സിലാവും. ഇത് മനസ്സിലാക്കാത്ത ഭാര്യ എന്തെങ്കിലും ഒരു നല്ല സന്തോഷമുള്ളൊരു കാര്യം വന്നിട്ട് ഭർത്താവിനോട് പറയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അല്ലേ? ചിലപ്പോൾ ദേഷ്യം പിടിക്കും, ചിലപ്പോൾ എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കും. ആ സമയത്ത് ഈ നല്ല മനസ്സോടെ മുന്നിലേക്ക് വന്ന ഭാര്യയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിക്കാൻ തയ്യാറായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാത്തതിൻ്റെ പ്രോബ്ലംസാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരസ്പരം ഷെയർ ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഇപ്പൊ അത് ഒരുപാട് ആളുകളൊക്കെ ഉള്ള കുടുംബമാണെങ്കിൽ പോലും നിങ്ങൾ എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കുവാൻ സമയം കണ്ടെത്തണം. ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചായയൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാം. എല്ലാവർക്കും ചായയൊക്കെ വെച്ചു കൊടുത്ത് സ്വന്തം പങ്കാളിയെ കൂട്ടിയിട്ട് നിങ്ങളൊന്ന് പുറത്തൊക്കെ വന്നിരുന്ന് ഒരു ചെയറിലൊക്കെ ഇരുന്ന് ഒന്നിച്ച് ചായ ഒന്ന് കുടിച്ചു നോക്കിയേ, അല്ലെങ്കിൽ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി രണ്ട് ചെയറൊക്കെ ഇട്ട് ഒരു ചായയൊക്കെ കുടിച്ചു നോക്കിയേ. അപ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബില്ലേ, അത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള ഒന്നാണ്. പലപ്പോഴും ഇതൊക്കെ ഒരു മോശമായ കാര്യമായിട്ട് ഒരു നാണക്കേട് പോലെയാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഭാര്യയും കൂട്ടി മുറ്റത്ത് രണ്ട് ചേരൊക്കെ ഇട്ടിട്ട് ചായ കുടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാ പറയാമെന്ന് ഒരു പക്ഷെ നമുക്ക് ഏകദേശം ധാരണയുണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു 2 ദിവസം മാത്രമേ പറയൂ. കുറേ ദിവസം കണ്ടിന്യൂ ചെയ്യുമ്പോൾ അതവരങ്ങനെ സ്ഥിരമായിട്ട് ഇരിക്കുന്നതാണെന്ന് പറയും. നമ്മുടെ അനാവശ്യ ചിന്താഗതികളൊക്കെ മാറണം. നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാൻ നമുക്ക് കഴിയുന്നത്, നമ്മുടെ ജീവിതത്തിന് കരുത്ത് നൽകാൻ കഴിയുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഫ്ളാറ്റിലും അപ്പാർട്ട്മെന്റിലും കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് കപ്പിൾസുകളായിട്ട്. അവർക്കൊക്കെ വളരെ എളുപ്പമാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ. ഫാമിലിയായിട്ട് നിൽക്കുന്നവർക്കും ഇത് എളുപ്പമാണ്. പക്ഷെ അതിനുള്ള മാനസികാവസ്ഥ, ഒരു മനസ്സ് നമുക്കുണ്ടാവണമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് മനസ്സ് തുറന്ന് സംസാരിക്കുവാനുള്ള സാഹചര്യം പരസ്പരം ഒരുക്കണമെന്നുള്ളതാണ്. എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കുക. ഞാൻ പറയുന്ന ചെറിയ ഒരു കാര്യം മാത്രമായിരിക്കാം, ഈ ഒരു വിഷയത്തെ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലുടനീളം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് സംസാരിക്കുകയാണ്, അതിന് വലിയ പ്രാധാന്യമുണ്ട്. എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ് ഒരു പക്ഷേ ഞാൻ നിങ്ങളോട് ഇത് പറയാൻ കാരണം. എൻ്റെ വിവാഹം കഴിഞ്ഞ് 1 മാസം മാത്രമേ ഞാൻ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ജോലിയുമായി ബന്ധപ്പെട്ട് നാട്ടിൽ നിന്ന് പോയിരുന്നു. ഭാര്യയും കൂട്ടി. ഇപ്പോൾ ഭാര്യ ആർട്ടിസ്റ്റാണ്, മ്യൂറൽ പെയിന്റിങ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവള് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൾ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഞാൻ രാവിലെ ജോലിക്ക് പോകും. പിന്നെ വൈകുന്നേരമാണ് ഞാൻ എത്താറുള്ളത്. ആ സമയത്ത് ഇങ്ങനെ മുഷിഞ്ഞിങ്ങനെ ഇരുന്നിട്ടുണ്ടാവും. ആരോടും ഒന്നും പറയാനില്ല, സംസാരിക്കാൻ ആരുമില്ല. വല്ലപ്പോഴൊക്കെ ആരോടെങ്കിലൊക്കെ ഫോൺ വിളിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യമായപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആള് വളരെ എന്താ പറയുക, മാനസികമായി വളരെ ടെൻസ്ഡാണ്, എന്തൊക്കെയോ സങ്കടങ്ങൾ ഒക്കെ അനുഭവിക്കുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെ ആ രീതി അങ്ങ് മാറ്റി. പിന്നെ വൈകുന്നേരങ്ങളിൽ ഞാൻ വിളിച്ചു പറയും. ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തും. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞാൻ വിളിച്ചു പറയും, ഡ്രസ്സൊക്കെ മാറിക്കാൻ നമുക്കൊന്ന് പുറത്തു പോകാമെന്ന്. അങ്ങനെ ഒരു 6 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഡ്രസ്സൊന്നും മാറാറില്ല. അവളുടെ ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ടുണ്ടാവും. ഞങ്ങൾ വെറുതെ നടക്കും, വണ്ടിയൊന്നും എടുക്കില്ല. വെറുതെ നമ്മളൊരു ടൗൺ ഏരിയയൊക്കെയാണ്. അപ്പോൾ മാർക്കറ്റിലൂടെയൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കും. ഈ നടക്കുന്ന സമയത്തിലാണ് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ളത്. നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ച്, നമ്മുടെ ഇഷ്ടങ്ങളെക്കുറിച്ച്, നമ്മുടെ പോരായ്മകളെക്കുറിച്ച്, നമ്മുടെ പരിമിതികളെക്കുറിച്ച്, നമ്മുടെ മൈനസുകളും പ്ലസ്സുകളും, അങ്ങനെ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് തീർത്തത് ഈ സായാഹ്ന സവാരിയിലാണ് എന്നുള്ളതാണ്. അത് പക്ഷേ നമ്മുടെ ജീവിതത്തിന് വലിയ പോസിറ്റീവ് ഒരു വൈബ്, ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അവൾ ഹാപ്പിയായി. പിന്നെ ഇടയ്ക്ക് ഉച്ചക്കൊക്കെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, വീഡിയോ കോൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കാൻ തുടങ്ങി. അന്ന് ഏകദേശം ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെടുത്ത ഒരു ഡിസിഷനാണ് പിന്നീട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അന്ന് നമ്മളിങ്ങനെ ഒരുപാട് സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എല്ലാ കാര്യങ്ങളും സംസാരിക്കും. നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഇങ്ങനെ സംസാരിച്ച് വൈകുന്നേരം ഒരു ചായക്കടയൊക്കെ ഉണ്ട്, അവിടെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ രസകരമായിട്ടുള്ള സായാഹ്നങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു ജീവിതം, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിത കാഴ്ചപ്പാട് ആ സമയങ്ങളിൽ നമുക്ക് തന്നിരുന്നു. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വലിയൊരു കരുത്താണ്. അത് എല്ലാ ബന്ധങ്ങളിലും, എനിക്ക് തോന്നുന്നു കുടുംബ ബന്ധങ്ങളിലോ ദാമ്പത്യ ജീവിതത്തിലോ മാത്രമല്ല,
നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ വലിയ അറ്റാച്ച്മെന്റ് ഉണ്ടാവും. മെല്ലെ മെല്ലെ 2 ദിവസം നിങ്ങൾ മിണ്ടാതിരുന്ന് നോക്കിയാൽ ആ ബന്ധം മെല്ലെ മെല്ലെ ചോർന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് പരസ്പരം എപ്പോഴും സംസാരിക്കേണ്ടതിന്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ ലിങ്ക് വിട്ടുപോയി കഴിഞ്ഞാൽ വലിയ അകലങ്ങൾ ഉണ്ടാകും. 2 ശരീരവും 2 മനസ്സും തന്നെയായിട്ട് അതിങ്ങനെ മാറി നിൽക്കും. അതിനെന്ത് വേണം? മനസ്സ് തുറന്ന് നമുക്ക് സംസാരിക്കാൻ കഴിയണം എല്ലാ ബന്ധങ്ങളിലും. അപ്പോഴാണ് 2 ശരീരവും 1 മനസ്സുമായിട്ട് അത് യാത്ര ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡിസിഷൻ എടുത്തിരുന്നു. അതൊരാഗ്രഹമായിരുന്നു. എപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന, വലിയ പ്രാധാന്യത്തോടെ സംസാരിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ ഒന്നിച്ച് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ഒന്നിച്ച് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. നമുക്ക് ഉറങ്ങണം തോന്നുമ്പോൾ ഉറങ്ങണം, ജോലി ചെയ്യണം തോന്നുമ്പോൾ ജോലി ചെയ്യണം, എവിടെയെങ്കിലും പുറത്തു പോകണം തോന്നുമ്പോൾ പുറത്തു പോകണം. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് നമ്മൾ എത്തിക്കണം എന്നൊരു എപ്പോഴും ഈ സംസാരങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ സംസാരം നിരന്തരമായി നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചതിന്റെ ഫലമായിരിക്കാം ഇന്നിവിടെ ഞാനിവിടെ ഇരിക്കുമ്പോൾ ഞാൻ വളരെ ഫ്ലെക്സിബിളായിട്ട് ജോലി ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് മാറാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ ഞങ്ങൾ ഇന്ന് നാട്ടിലാണുള്ളത്. ഞങ്ങൾ 2 പേരും ഉണ്ട്, ഒരാൾ കൂടിയുണ്ട്, ഒരു അതിഥി കൂടിയുണ്ട്, ഒരു വയസ്സുള്ള ഒരു മോനും ഉണ്ട്. ഇന്ന് നമ്മൾ 2 പേരും ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ ഫ്ലെക്സിബിളാണ്. ഉറങ്ങണം തോന്നിയാൽ ഉറങ്ങാം, വർക്ക് ചെയ്യണം തോന്നുമ്പോൾ വർക്ക് ചെയ്യാം, പുറത്തു പോകണം തോന്നുമ്പോൾ പുറത്തു പോകാം. അങ്ങനെ വളരെ ഫ്ലെക്സിബിളായ രീതിയിൽ ലൈഫിനെ ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ന് സാധിക്കുന്നുണ്ട്. അതിന്റെ കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സ്ഥിരമായി ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരുന്നപ്പോൾ നമ്മുടെ 2 പേരുടെയും ഒരേ ലക്ഷ്യത്തിലേക്ക് മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് സംഭവിക്കുകയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ മാനസികമായിട്ടുള്ള വലിയ അറ്റാച്ച്മെന്റ് ഉണ്ടാവേണ്ടതുണ്ട്. അത് ഉണ്ടാവണമെങ്കിൽ വളരെ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ നടക്കേണ്ടതുണ്ട്. പരസ്പരം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുവാൻ നിങ്ങൾ സമയം കണ്ടെത്തുക. ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് എല്ലാ ദിവസവും മാറ്റിവെക്കുക. ഒന്നിച്ചിരിക്കുക. നിങ്ങളുടെ വീടിന് പുറത്തേക്ക് എവിടെയാണെങ്കിലും നിങ്ങൾ വളരെ ഫ്രീ ആയി, വളരെ ഹാപ്പിയായി നമ്മുടെ എല്ലാ ഭാരങ്ങളും നമുക്ക് ഇറക്കി വെക്കാൻ പറ്റും ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ. അതായത് വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ വന്ന് ഒരു അരമണിക്കൂർ ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങളൊക്കെ നമുക്ക് ഇറക്കി വെച്ചുകൊണ്ട് ഫ്രീ ആകാൻ പറ്റും. നമ്മുടെ മുന്നോട്ടുള്ള ഭാവി ജീവിതത്തെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഒരുപാട് ആശയങ്ങൾ അവിടെ കടന്നു വരും. നമ്മുടെയൊക്കെ പരസ്പരമുള്ള പ്രശ്നങ്ങൾ അവിടെ പറഞ്ഞു തീർക്കപ്പെടും. അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ അതിൽ നടക്കും. അത് നമ്മുടെ ജീവിതത്തെ ശക്തമായി മുന്നോട്ട് നയിക്കും. ചെറിയ വിഷയമാണ്, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. ഞാൻ ഇത്രയും സമയം നിങ്ങളോട് സംസാരിച്ചത് ഒരൊറ്റ കാര്യം മാത്രമാണ്. നമ്മൾ ഒരുപാട് സംസാരിക്കുന്ന വ്യക്തികളാവുക. അതായത് കുടുംബ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുന്ന വ്യക്തികളാവുക. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പരസ്പരം പറഞ്ഞു തീർക്കുവാൻ നിങ്ങൾ സമയം കണ്ടെത്തുക. അത് നിങ്ങളുടെ ജീവിതത്തെ വിജയിപ്പിക്കുമെന്ന ഒറ്റ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. പക്ഷേ അതിന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തരാൻ പറ്റുന്ന ഇമ്പാക്റ്റ് വളരെ 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 വലുതാണ്. ആ തിരിച്ചറിവ് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവട്ടെ. മനസ്സ് തുറന്ന് നിങ്ങളോട് സംസാരിക്കുക. നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങളൊക്കെ ഇറങ്ങിപ്പോട്ടെ. അതുപോലെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജികളൊക്കെ നമ്മളിലേക്ക് ചേക്കേറട്ടെ. വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം നമുക്കുണ്ടാവട്ടെ. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. വിവാഹത്തിനപ്പുറമുള്ള ജീവിതവും ആഘോഷിക്കാൻ കഴിയണം. വിവാഹം എന്ന മുഹൂർത്തം നിങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ അതിലപ്പുറമുള്ള ജീവിതത്തെയും ആഘോഷിക്കുവാനും ആസ്വദിക്കുവാനും കഴിയണം. ജീവിതം സുന്ദരമാവുന്നത് അവിടെയാണ്. അതാക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.